അസ്സലാമു അലൈക്കും. മുഷ്താഖ് കണ്ണൂരാണ്. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾക്കൊണ്ട് പറ്റുന്നത് പോലെ നിങ്ങൾ സഹകരിക്കണം. രാജ്യഖണ്ഡത്തിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സമൂഹ വിവാഹത്തിന് വേദിയൊരുങ്ങുകയാണ് നീലഗിരിയിലെ പാടന്തറ മർക്കസ്. നീലഗിരി SYC ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാടന്തറ മർക്കസ് എന്ന് പറയുന്ന മഹത്തായ ഒരു സ്ഥാപനത്തിൽ കഴിഞ്ഞ 2014 മുതൽ നടത്തപ്പെടുന്ന സമൂഹ വിവാഹമാണ്. അത് 2026 ഈ വരുന്ന മറ്റന്നാൾ ഏപ്രിൽ 5-ാം തീയതി 850 വധുവരന്മാർക്കാണ് വിവാഹ സൗഭാഗ്യം ചെയ്യപ്പെടുന്നത്. ഇതിന്റെ കൃത്യമായ കണക്കുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. 2014 ഈ ഒരു മഹത്തായ സംഗമത്തിന് തുടക്കം കുറിക്കുന്നത്. 2014 114 പേർക്ക് വിവാഹം നടത്തി തുടങ്ങിയിട്ട് 2015 260, 2017 346, 2019 400, 2023 800 പേരുടെ സമൂഹ വിവാഹം നടത്തിയ അതേ പാടന്തറ മർക്കസിൽ വെച്ച് വരുന്ന ഏപ്രിൽ 5-ാം തീയതി 850 പേർക്കാണ് സമൂഹ വിവാഹം നടത്തപ്പെടുന്നത്. തീർച്ചയായിട്ടും വളരെ വലിയ, രാജ്യത്തിൽ തന്നെ മാതൃകാപരമായിട്ടുള്ള ഒരു വലിയ സേവനം തന്നെയാണിത്. ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. രോഗികൾക്കുള്ള ചാരിറ്റി വീഡിയോസ് ആയിട്ടും വീടില്ലാത്തവർക്കുള്ള വീട് നിർമ്മാണവും മറ്റു പല പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അർഹതപ്പെട്ട വിവാഹം പ്രായമായിട്ടും വീട്ടിൽ ഒതുങ്ങി കഴിയേണ്ടി വരുന്ന വിവാഹ ജീവിതം സ്വപ്നം കാണാൻ പോലും കഴിയാത്ത പെൺകുട്ടികൾക്ക് വിവാഹ സൗഭാഗ്യം നൽകി കൊടുക്കുന്ന സമൂഹ വിവാഹങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. അവിടെയാണ് പാടന്തറ മർക്കസും അതിൻ്റെ രക്ഷാധികാരി ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം മുസ്ലിയാർ ദേവർശ്വരി മാതൃകാപരമായിട്ടുള്ള വലിയൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് 850 പെൺകുട്ടികൾക്കുള്ള വിവാഹവേദിയാണ് ഒരുക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു പെൺകുട്ടിക്ക് ₹1 എന്ന കണക്കിൽ 850 പേർക്ക് 850 രൂപ എന്ന് പറയുന്ന വലിയൊരു ചലഞ്ചിൽ പങ്കാളികളാകാൻ നിങ്ങളോട് എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ ഒരു സമൂഹ വിവാഹം ഞാനൊക്കെ വർഷങ്ങളായിട്ട് കാണുന്നതാണ്. 2014 തുടക്കം മുതലേ ഞാനിതൊക്കെ കാണുന്നതാണ്. ആ സമയത്ത് 2015 ഈ പറയുന്ന വിവാഹവേദിയിൽ വെച്ച് ദേവർശ്വരി അബ്ദുസ്സലാം മുസ്ലിയാറുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാണ്. അദ്ദേഹം ആ സമൂഹ വിവാഹം നടന്നുകൊണ്ടിരിക്കുക ആ വേദിയിൽ ഒരു ഉമ്മ അവരെ വിളിച്ചപ്പോൾ അവർ ആ അമ്മയുടെ അടുത്തേക്ക് പോവുകയും അവരൊരു കൈ പിടിച്ചുകൊണ്ട് കരഞ്ഞോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ വർഷം എൻ്റെ പെൺകുട്ടിയുടെ അപേക്ഷയും ഞാൻ നൽകിയിരുന്നു, നിങ്ങളത് സ്വീകരിച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് വധുവിനുള്ള വരനെ ഒത്തുവന്നെങ്കിലും ഈ പറയുന്ന 10 പെൺകുട്ടികൾക്കുള്ള സമൂഹ വിവാഹം നടത്താനുള്ള ഫണ്ട് ഒക്കാത്തത് കൊണ്ട് അടുത്ത തവണ ആ 10 പേർക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാം എന്ന ഒരു തീരുമാനം ഇവരെടുത്തിരുന്നു. ആ തീരുമാനം എത്ര വലിയ അബദ്ധമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ വേദനയോടെ പ്രസംഗിച്ചൊരു പ്രസംഗം ആ സമയത്ത് ഞാൻ കേട്ടിരുന്നു. ആ പെൺകുട്ടിക്ക് അന്ന് ആ വിവാഹം നടക്കാത്ത മനവേഷം കാരണം പെൺകുട്ടി തളർന്നു കടന്നു പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദേവർശ്വരി ഉസ്താദ് പറഞ്ഞതാണ്, ഇനി ഇങ്ങനെയുള്ള ഒരു അബദ്ധം ഞാൻ ഒരിക്കലും ആവർത്തിക്കില്ല. എൻ്റെ മുമ്പിൽ വന്ന അപേക്ഷ ഒന്നുപോലും അടുത്ത വർഷത്തേക്ക് മാറ്റാതെ അത് കംപ്ലീറ്റ് ഞാൻ ഏറ്റെടുത്തുകൊണ്ട് നടത്തും എന്ന തീരുമാനം എടുത്ത വലിയൊരു മനുഷ്യനാണ് ദേവർശ്വരി അബ്ദുസ്സലാം മുസ്ലിയാർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, അത്രയും വലിയൊരു സേവനമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എല്ലാവരോടും നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ചെയ്യണം. ഈ ഒരു വീഡിയോ കാണുന്നവരൊക്കെ ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് പറ്റുന്നവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് പറ്റാവുന്ന അത്ര തുക നിങ്ങൾ സംഭാവന നൽകണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു രോഗിയെ കാണിച്ചുകൊണ്ട് ലക്ഷങ്ങളുടെ പിരിവ് നടന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ദുരുപയോഗങ്ങൾ നടക്കുന്ന കാലമാണ്. ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കിയിട്ട് അത് സ്വയം ആർഭാടപരമായി ജീവിക്കാനും ലക്ഷങ്ങളുടെ വാഹനങ്ങൾ വാങ്ങിയിട്ടും മറ്റും ആർഭാടപരമായി ജീവിക്കുന്ന ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചുന്ന വ്യക്തി തന്നെയാണ് ഞാൻ. നിങ്ങളോട് എനിക്ക് ഇവിടെ പറയാനുള്ളത്, ഇതൊക്കെ വളരെ ജെനുവിനായിട്ട് നടക്കുന്ന സമൂഹ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന സംഭാവനകൾ നൽകിയിട്ട് ഈ പറയുന്ന 850 പെൺകുട്ടികൾക്കുള്ള ഒരു വലിയ സമൂഹ വിവാഹത്തിൽ നിങ്ങളും പങ്കാളികളാണ്. ഈ ചരിത്രത്തിൽ നിങ്ങളും ഭാഗമാക്കണം. എന്നാൽ ഈ വിഷയം എന്ന് പറയുന്നത് വെറും ഒരു മതപരമായിട്ട് നടത്തുന്ന ചടങ്ങല്ല കേട്ടോ. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട അവരുടെ മുമ്പിൽ വരുന്ന അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ പാവപ്പെട്ട എല്ലാവർക്കും നൽകി കൊടുക്കുന്ന വലിയൊരു സേവനമാണ്. ഇവിടെ ജാതിയില്ല, മതമില്ല. പാവപ്പെട്ടവരാരാണോ വിവാഹ പ്രായമെത്തിയിട്ടും അതിന് ഭാഗ്യം ലഭിക്കാത്ത പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വലിയ സേവനം നടക്കുമ്പോൾ കടന്നു നടിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാവരുതെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങൾക്ക് പറ്റുന്ന സംഭാവനകൾ നൽകിയിട്ട് നിങ്ങൾ സഹകരിക്കുക. ഇൻഷാ അല്ലാഹ് ഈ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മറ്റന്നാളെ രാജ്യം മുഴുവൻ നോക്കിക്കാണുന്ന ആ വലിയ മുഹൂർത്തത്തിൽ ഒരു പങ്കാളികളായിട്ട് ഞാനും നിങ്ങളും ഉണ്ടായിരുന്നു എന്ന് ഭാവിയിൽ നമുക്ക് തന്നെ അഭിമാനിക്കാവുന്ന ഒരു പ്രവർത്തനങ്ങളായിട്ട് മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താണ്. ബൈ. അസ്സലാമു അലൈക്കും.